ഞാൻ കാപ്പി മേടിച്ചിട്ട് അവിടെ ചെന്ന് കൊടുത്തിട്ട് പറഞ്ഞു അവിടെ പോയിരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പം കഴിക്കാൻ അനുവദിച്ചില്ല. സാറേ എൻ്റെ ഭാര്യയോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് കേട്ടപ്പോൾ അകത്തോട് കയറാനിട്ട് വേണം ഒരു പോലീസുകാരൻ പറയുന്നത് ഇറങ്ങടാ വെളിയിട്ട്, നീ മാത്രമല്ല കണ്ടുപോയതെന്ന് പറയുന്നു. ഈ ഭക്ഷണം ആഹാരമൊന്നും കൊടുക്കണ്ട, ഇവിടെ ഒരു പ്രതിയെ കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് വിഷം കൊടുത്ത് കൊല്ലാനായിട്ടാണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരു തെറിയും വിളിച്ചിട്ട് എൻ്റെ മോനെ പറഞ്ഞു വിടുന്നു. ഇവിടെ വന്നിട്ട് പോലും പറഞ്ഞു സാറേ ഞാൻ മാല എടുത്തിട്ടില്ല, അവർ വിടാൻ തയ്യാറില്ല. അവരെ കാലിൽ നിന്ന് കരഞ്ഞതിനെ കൊണ്ട് അവർക്ക് പരാതിയൊന്നുമില്ലാതെ പരാതി പിൻവലിക്കാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ പരാതിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജയിലിൽ കൊണ്ടുപോകുന്നത്? അത് അവർക്ക് മാല കിട്ടി, അവരെ വീട്ടിൽ നിന്ന് തന്നെ മാല കിട്ടി, അതുകൊണ്ടാണ് അവർ പരാതിയില്ലാതെ എഴുതി കൊടുത്തിരിക്കുന്നത്. SI തിരിച്ചിട്ട് പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു, ഒരു കാര്യം പറയട്ടെന്ന് പറഞ്ഞു. ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ നിന്നെ ഇവിടെ കണ്ടുവരുത്, ഈ നാടേ വിട്ട് വയ്ക്കുള്ളൂ. നമസ്കാരം. തിരുവനന്തപുരത്ത് പേരൂർ കടയിൽ 20 മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനത്തിനിരയായ ദളിത് യുവതിയുടെ ഈ ഒരു സംഭവം കേരളക്കരയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു പരാതി ലഭിക്കുന്നു. അതിനുശേഷം ഈ ബിന്ദു എന്ന സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷമാണ് ഈ സംഭവബഹുലമായ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും ഈ ഒരു സ്ത്രീക്ക് ഇവിടെ പച്ചവെള്ളം പോലും 20 മണിക്കൂറിലധികമായി പോലീസ് സ്റ്റേഷനിൽ ആരും തന്നെ നൽകിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് വെള്ളം കൊടുക്കുവാനും അതുകൂടാതെ ഭക്ഷണം കൊടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതും പോലീസ് തടഞ്ഞ് വയ്ക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു മണിക്കൂറിൽ ഈ പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അതേസമയം ഈ മാല തിരിച്ചു കിട്ടുകയും ചെയ്തിരിക്കുന്നു. ഈ ബിന്ദു ജോലി ചെയ്തിരുന്നത് അമ്പലമുക്കിലെ ഓമന എന്ന ഒരു സ്ത്രീയുടെ വീട്ടിലായിരുന്നു. ഈ സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. എന്നാൽ ഈ കസ്റ്റഡിയിലെടുത്തത് 20 മണിക്കൂറിന് ശേഷം ഈ 2.5 പവൻ്റെ മാല തിരിച്ചു കിട്ടുന്നു. എന്തായാലും ഈ ബിന്ദു എന്ന ഈ ഒരു ദളിത് സ്ത്രീ ഈ മാല എടുത്തിട്ടില്ല എന്ന് പോലീസിനും അതുകൂടാതെ ഈ ഒരു ഉടമയ്ക്കും മനസ്സിലാകുന്നു. അതിനുശേഷമാണ് ഈ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള മാനസിക ആഘാതമാണ് ഈ ബിന്ദുവിനും കുടുംബത്തിനും നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിന്ദുവിൻ്റെ ഭർത്താവ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ ഈ ഭക്ഷണവുമായി ചെന്നപ്പോൾ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് ചേട്ടനോട്? എൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ ഹോട്ടലിൽ ചെല്ലുന്നു. ഹോട്ടലിൽ ചെന്ന് അവിടെ ചെന്നിറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് വരെ നിന്നതിന് ശേഷം ലാസ്റ്റ് ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഭാര്യയോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് കേട്ടപ്പോൾ അകത്തോട് കയറാനിട്ട് വേണം ഒരു പോലീസുകാരൻ പറയുന്നത് ഇറങ്ങടാ വെളിയിട്ട്, നീ മാത്രമല്ല കണ്ടുപോയതെന്ന് പറയുന്നു. ഞാൻ അതോടുകൂടി ഇങ്ങ് ബാക്കിലോട്ട് മാറി. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ലല്ലോ, വെളിയിലോട്ട് മാറി നിന്നിട്ട് ഒരു 10-10:30 ആവുമെന്ന് തോന്നുന്നു. ആ സമയത്ത് എൻ്റെ മോൻ്റെ ഞാൻ പറഞ്ഞു മക്കളെ ഒന്ന് കുഞ്ഞമ്മയ്ക്കൊന്ന് ആഹാരം മേടിച്ച് കൊടു, ഒരു വെള്ളം കൂടെ മേടിച്ചുകൊണ്ട് കൊടുന്ന് പറഞ്ഞപ്പോൾ ചെന്ന് അതിനകത്ത് ചെറുക്കം മേടിച്ചിട്ട് പോയി ഞാൻ വെളിയിക്കുന്നു. അപ്പോഴാണ് വേറൊരു പോലീസുകാരുടെ ഈ ഭക്ഷണം ആഹാരമൊന്നും കൊടുക്കണ്ട, ഇവിടെ ഒരു പ്രതിയെ കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് വിഷം കൊടുത്ത് കൊല്ലാനായിട്ടാണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരു തെറിയും വിളിച്ചിട്ട് എൻ്റെ മോനെ പറഞ്ഞു വിടുന്നു. തെറി വിളിച്ച ഒരു പോലീസുണ്ട്, അറിയില്ല, അവർ യൂണിഫോമിൻ്റെ ഭാഗത്തിലല്ല, സിവിൽ ഡ്രസ്സിൽ നിന്ന്. അപ്പം നമുക്കൊന്ന് സാധാരണ ഡ്രസ്സിലായിരുന്നു. അതിനുശേഷം ഒരു 10-11 മണിയോട് കൂടി നമ്മൾ തിരിച്ചു വന്നു. അതിനുശേഷം ഈ മാല എപ്പോൾ കിട്ടിയെന്നാണ് നിങ്ങൾ അറിയുന്നത്? മാല കിട്ടുന്നത് ഇവിടെ ഇറക്കാനായിട്ട് ഞാൻ പോയ സമയത്ത് ഈ പോലീസുകാരെ എന്നെ വിളിച്ച് അതിനകത്ത് കയറ്റി SI വിളിച്ച് കയറ്റി പറഞ്ഞ് നിനക്ക് എത്ര കേസുണ്ടടാ എന്ന് ഒരു അടുത്തടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കേസില്ല, ഞാൻ കേസിന് പോയില്ല, എനിക്ക് കേസ് കാണുള്ളൂ, എനിക്ക് കേസൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞു. ഒടുക്കൊണ്ട് പറയുന്നത് അത് നിൻ്റെ മോളെ പഠിപ്പിച്ച ഒരു ടീച്ചർ വന്ന് അവരെ കാലിൽ നിന്ന് കരഞ്ഞതിനെ കൊണ്ട് അവർക്ക് പരാതിയൊന്നുമില്ലാതെ പരാതി പിൻവലിക്കാനെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ജയിലിൽ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു സാറേ പരാതിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജയിലിൽ കൊണ്ടുപോകുന്നത്? അതൊക്കെ പിന്നീട് ആലോചിക്കാം. ഒരു കാര്യം നീ ഇറങ്ങി പോയി ഭാര്യയെ ആഹാരം മേടിച്ചു കൊടുന്ന് പറഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങുകയും ചെയ്തു. അപ്പോഴേ തന്നെ മാല കിട്ടിയെന്നുള്ള വിവരം ഞാൻ വെളിയിൽ നിന്ന് എന്നെ ഇവിടെ വിളിച്ച് പറയുന്ന ഒരു പോലീസുകാരനുണ്ട്, റിട്ടയർഡായ പോലീസുകാരനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു സാറേ ഇതിനൊക്കെ അവർ പരാതിയില്ല, വെറുതെ വിടണമെന്ന് പറയുന്നു. എന്താണ് അത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോടൊക്കെ പറയുന്നു അത് അവർക്ക് മാല കിട്ടി, അവരുടെ വീട്ടിൽ നിന്ന് തന്നെ മാല കിട്ടി, അതുകൊണ്ടാണ് അവർ പരാതിയില്ലാതെ എഴുതി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പിന്നെ അവർ ജയിലിൽ കൊണ്ടുപോയതില്ല കുഴപ്പമില്ല, എൻ്റെ ഭാര്യ മാല എടുത്തില്ലല്ലോ, ആ ഒരു
കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകില്ല എങ്കിലും ഒന്ന് നോക്ക്, അവർ FIR എഴുതിയെന്നാണ് പറയുന്നത്. കുറച്ച് നിന്ന് ഞാൻ കാപ്പി മേടിച്ചിട്ട് അവിടെ ചെന്ന് കൊടുത്തിട്ട് പറഞ്ഞ് അവിടെ പോയിരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പം കഴിക്കാൻ അനുവദിച്ചില്ല. തിരിച്ചതിനകത്ത് നിന്ന് അവളെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞ് അവർ പരാതിയില്ലെന്ന് പറയുന്നത് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോകാൻ നേരത്തെ പറഞ്ഞ് 3-4 പ്രാവശ്യം ചോദിച്ചവള് 3-4 പ്രാവശ്യം ചോദിച്ചിട്ട് കൊടുത്തില്ല. അങ്ങനെ ഒരു പോലീസുകാരൻ പറഞ്ഞ് പോയി ചോദിക്കാൻ പറഞ്ഞു. വീണ്ടും പോയി ചോദിച്ചപ്പോഴാണ് ഈ മൂവല് മേടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. എഴുതി ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ പെറ്റിയടിക്കുന്ന ഫയലുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന, അതിൽ ചെന്ന് പേര് എഴുതി ഒപ്പിട്ട് മൂവല് മേടിച്ചിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഈ SI തിരിച്ചിട്ട് പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു, ഒരു കാര്യം പറയട്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് പറയണത്, ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ നിന്നെ ഇവിടെ കണ്ടുവരുത്, ഈ നാടേ വിട്ട് വയ്ക്കുള്ളൂ എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് വാക്കാണ്. അതോടുകൂടി ഞാൻ കൊണ്ടുവരുന്നു. എൻ്റെ ഭാര്യ ഇതുവരെ മാല കിട്ടിയെന്നുള്ള കാര്യം അറിയില്ല. ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ആഹാരം മേടിച്ച് കൊടുക്കാനായിട്ട് ഇരുത്തപ്പോൾ ഒരു വെള്ളം അവിടെ ഇരുന്ന് കുടിക്കുക, അത്രയും ദാഹം ഉണ്ടായിരുന്നു. കുടിച്ചിട്ട് ആഹാരം ശകലം പോലും കഴിച്ചില്ല. അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. പിറ്റേന്ന് പോലെ കിടക്കുകയില്ല, രാത്രി പോലെ കിടക്കുന്നത്. ഇതാ സംഭവിച്ചത്. അതുകൂടാതെ ഈ ഓമന പിന്നീട് ഈ മാല ലഭിച്ചതിന് ശേഷം ക്ഷമ ചോദിച്ച് അങ്ങനെ വിളിക്കും എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, ഇതുവരെയും വിളിച്ചിട്ടില്ല. ഈ പോലീസുകാരും വിളിച്ചില്ല, ആരും വിളിച്ചിട്ടില്ല. ഇന്നവരെ ആരും വിളിച്ചില്ല. ഓമനായിട്ട് ആരും വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. യഥാർത്ഥമായിട്ട് അവൾ വിളിച്ച് കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ അവിടെ നിന്ന് മാല കിട്ടിയെന്നുള്ള കാര്യം അവൾക്ക് പറഞ്ഞ് സോറി എനിക്ക് അബദ്ധം പറ്റിപ്പോയി SI എടുക്കാൻ പറയാം. ഇതിപ്പം കള്ളക്കേസാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ ഓമനക്കെതിരെ തിരിച്ച് പരാതി നിങ്ങൾ കൊടുക്കുന്നുണ്ട്? കൊടുക്കും, പരാതി കൊടുക്കും. ഈ പോലീസുകാരെയും കൂടെ സസ്പെൻഷൻ ആക്കിയിട്ട് നമ്മൾ കമ്മീഷണർക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് കോടതിയിൽ ഒരേ പേർക്ക് ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കും. 5 കുറ്റത്തിന് തന്നെ കൊടുക്കും. ഈ ഭാര്യ ഉന്നയിച്ച ഒരു പ്രധാന പേര്, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പ്രസന്നൻ എന്നാണ്. ഇയാൾക്കെതിരെ ഒരു നടപടി? അവരെ പേർക്ക് നടപടി എടുത്തില്ല. അത് എടുക്കണം, അവരെ പേർക്കും എടുക്കണം. വേറെ ഒരു പോലീസുകാരനുണ്ട്, പേരറിയില്ല, അത് കണ്ടാലേ അറിയുന്നുള്ളൂ. ആ പോലീസുകാരൻ്റെ പേർക്കും നടപടി എടുക്കണം. അവരെയും കൂടെ പുറത്താക്കി ഇതിനെക്കൂടെ പുറത്താക്കി നിർത്തിയിട്ടാണ് അന്വേഷിക്കേണ്ടത്. അവരിതിൻ്റെ ഈ ഉദ്യോഗസ്ഥന്മാരല്ലേ, അവരിതിനെ എല്ലാത്തിനും കളിക്കുമല്ലോ. അപ്പോൾ അവരെയും കൂടെ പറഞ്ഞാൽ അവരെ പേരെ ഉണ്ടല്ലോ, പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെയും കൂടെ പുറത്താക്കണം. അവരെയും കൂടെ പുറത്താക്കിയതിനു ശേഷം നമ്മൾ പിന്നീട് ഓമനേട്ടാലിൻ്റെ പേര് അവരുടെ മക്കളെ പേരിൽ നമ്മൾ കേസ് കൊടുക്കണം. ഭാര്യ എന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിരുന്നു, ഞാൻ മാല എടുത്തില്ല, ഇത് ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടും പറ്റില്ല. ഇവിടെ വന്നിട്ട് പോലും പറഞ്ഞു, സാറേ ഞാൻ മാല എടുത്തിട്ടില്ല എന്ന്. അവർ വിടാൻ തയ്യാറില്ല. എന്തായാലും ബിന്ദുവിൻ്റെ ഭർത്താവ് നമ്മളോട് വ്യക്തമാക്കുന്നത് മാനനഷ്ടത്തിന് ഉൾപ്പെടെയുള്ള കേസ് ഈ ഒരു ഓമന എന്ന ഈ ഒരു വീട്ടുടമയ്ക്ക് നേരെ കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ബിന്ദുവിൻ്റെ കുടുംബം മറുനാടനോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.